ഈ വർഷത്തെ IFFK കഴിഞ്ഞു. ഇനി അടുത്തുള്ള വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ. വിദ്യാർത്ഥികളും സാംസ്കാരിക രംഗത്തുള്ളവരും അടക്കം നിരവധി പേർ വരുന്ന IFFK പോലുള്ള സിനിമാ മേളകളിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ഒരു മാധ്യമത്തിനും പിടികൊടുക്കാത്ത, സിനിമയെക്കുറിച്ച് അഗാധമായ അറിവുള്ള, സിനിമയുടെ ഓരോ മേഖലയെക്കുറിച്ചും ശ്രദ്ധയോടെ മനസ്സിലാക്കുന്ന ചിലരുണ്ടാകും. അങ്ങനെയുള്ള രണ്ടുപേരെ കുറിച്ച് ഡോക്യുമെന്ററി ഫിലിം മേക്കറായ ബിന്ദു സാജൻ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. സീനിയർ സിറ്റിസൺ ക്യൂവിലെത്തിയ വിയർത്തു കുളിച്ചെത്തിയ സരോജയും ഊബർ ഓട്ടോ ഡ്രൈവറായ ശ്രീകുമാർ എന്ന പ്രദീപുമാണ് അവർ. ആറ്റിങ്ങൽ നിവാസിയായ സരോജ പഠിക്കുമ്പോൾ തന്നെ വിവാഹിത ആയതോടെ മുഴുവൻ സമയ വീട്ടമ്മയായി. എന്നാൽ അവർക്ക് സിനിമയോടുള്ള സ്നേഹത്തിന് കുറവൊന്നും സംഭവിച്ചില്ല. IFFKയിൽ എല്ലാ ദിവസവും സിനിമ കാണാൻ സ്ഥിര സാന്നിധ്യമാണ് അവർ. പക്ഷെ എങ്ങും മുഖം കാണിക്കാൻ താല്പര്യവുമില്ല. അങ്ങനെ കണ്ടുമുട്ടിയ സരോജയെക്കുറിച്ചാണ് ബിന്ദു ആദ്യം പങ്കുവെക്കുന്നത്. ദ ടീച്ചർ എന്ന പാലസ്തീൻ ചിത്രം കാണാൻ ക്യൂ നിൽക്കുമ്പോഴാണ് സരോജ കയറി വരുന്നത്. വിയർത്തു കുളിച്ച് ഒരു കൈയിൽ കായസഞ്ചിയും മറുകൈയിൽ 3 തട്ടുകളുള്ള സ്റ്റീൽ ഡബയും. തിയേറ്ററിനകം വൃത്തിയാക്കാനോ മറ്റോ വന്നതാവുമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും. പക്ഷെ പിന്നീട് കാണുന്നത് സീനിയർ സിറ്റിസൺ ക്യൂവിലാണ്. അകത്ത് കയറിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ. ഞാൻ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞ ജീവിതകഥ അതിലും കൗതുകകരം. ആറ്റിങ്ങൽ അവരവഞ്ചേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഈ ദൂരം അത്രയും ഒരു 2 വീലർ ഓട്ടിച്ചാണ് സിനിമ കാണാൻ വരുന്നത്. ചെറുപ്പം മുതൽ സിനിമ വലിയ ആവേശമായിരുന്നു. പ്രീ ഡിഗ്രി 1ാം വർഷം പഠിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു. മുഴുവൻ സമയ വീട്ടമ്മയായി. വീട്ടിൽ തീറ്റിപ്പോറ്റാൻ കോഴികൾ, പശു, പട്ടി, ഭർത്താവ്, കുട്ടികൾ, പിന്നെ പേരക്കുട്ടികൾ എല്ലാം ഉണ്ട്. സമയാസമയം ഭക്ഷണം മുന്നിലെത്തിയാൽ കക്ഷി സിനിമയ്ക്ക് വരുന്നതിൽ ആർക്കും പരാതിയില്ല. എല്ലാ ദിവസവും 4 സിനിമ കാണും. വൈകുന്നേരം 6 മണിക്കുള്ള ഷോ കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക്. രാത്രി എത്തിയാൽ പച്ചക്കറി അരിയാനും പിറ്റേന്നുള്ള പാചകത്തിന്റെ ഒരുക്കങ്ങളും. വെളുപ്പിനെ ഉണർന്ന് പശുവിനെ കറന്ന് ആ ദിവസത്തേക്കുള്ള എല്ലാ പാചകവും ചെയ്ത് പ്രഭാത ഭക്ഷണവും പാക്ക് ചെയ്ത് യാത്ര തിരിക്കും. കോഴിക്കും പശുവിനും തീറ്റ കൊടുക്കാൻ അടുത്ത വീട്ടിലെ കൂട്ടുകാരിയെ ഏൽപ്പിക്കും. എല്ലാ സിനിമകളും അതീവ സൂക്ഷ്മതയോടെയാണ് അവർ കാണുന്നത്. ക്യാമറ, എഡിറ്റിംഗ്, BGM എല്ലാം ശ്രദ്ധിക്കും. സബ് ടൈറ്റിൽ ചില വാക്കുകൾ ചിലപ്പോൾ മിസ്സാകും. ലോകത്തെ പല രാജ്യങ്ങളിൽ കൂടെയുള്ള മാനസ സഞ്ചാരം കൂടിയാണ് ഈ സിനിമാ കാഴ്ചകൾ. ക്യൂർ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞത് ആണായാലും പെണ്ണായാലും അവർ പരസ്പരം സ്നേഹിക്കുവല്ലേ, വഴക്കുകൂടുവല്ലോ. ബാക്കി മനുഷ്യർക്ക് അതിൽ എന്താ കാര്യം? അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനോ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനോ തീരെ താല്പര്യമില്ല. പത്രക്കാരൊക്കെ ചോദ്യങ്ങളുമായി ചെന്നാൽ മറുപടി കൊടുക്കാൻ തീരെ സമയവുമില്ല എന്നാണ് ബിന്ദു സരോജയെക്കുറിച്ച് വിചാരിക്കുന്നത്. ശ്രീകുമാർ അഥവാ പ്രദീപ് രാജയെക്കുറിച്ച് അവർ പറയുന്നത്, സമയം അല്പം വൈകിയത് കൊണ്ട് തന്നെ അല്പം വെപ്രാളത്തോടെയാണ് പേരൂർക്കടയിൽ നിന്നത്. ഊബർ ഓട്ടോയിൽ കയറിയത്. ദ ഗേൾ വിത്ത് ദ നീഡിൽ കാണാനല്ലേ എന്ന് ഓട്ടോ ഡ്രൈവർ ചോദിച്ചപ്പോൾ താൻ അന്തം വിട്ടു. പുള്ളിയും അതേ സിനിമ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ താൻ പിന്നെയും അന്തം വിട്ടു. കുടുംബ പ്രാരാബ്ദങ്ങൾ മൂലം ശ്രീകുമാർ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തി. 3 പെങ്ങന്മാർ, അവരുടെ കല്യാണം, എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് നടത്തി. 15 വയസ്സ് മുതൽ ചെയ്യാത്ത ജോലികളില്ല. ഇതിനിടയിൽ സിനിമ ഭ്രാന്തായിരുന്നു. പട്ടിണി കിടന്നാലും സിനിമ മാത്രം മുടക്കിയിട്ടില്ല. എല്ലാ IFFക്കും സജീവ സാന്നിധ്യം. ഇറാനിയൻ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ലോക സിനിമകളെ കുറിച്ച് അഗാധമായ അറിവുണ്ട്. ദ വിറ്റ്നസ് എന്ന സിനിമയുടെ അവസാനത്തെ 5 മിനിറ്റ് അതിലേറെ ഒരു ലോക നിലവാരത്തിലേക്ക് ഉയർത്തി എന്നാണ് കക്ഷിയുടെ അഭിപ്രായം. 3-4 മലയാള സിനിമകൾ ചെറുതായി തല കാണിച്ചിട്ടുമുണ്ട്. സ്വന്തമായി ഒരു സിനിമാ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് സ്വന്തമായി സംവിധാനം ചെയ്യുമ്പോൾ സ്ക്രീനിൽ തെളിയുന്നത് സംവിധാനം പ്രദീപ് രാജ് എന്നായിരിക്കും. ടാഗോർ തിയേറ്ററിൽ തന്നെ ഇറക്കി കാക്കി യൂണിഫോം അഴിച്ചു മാറ്റി അതിന്റെ കീഴിലുള്ള തിളങ്ങുന്ന ജുബയിൽ ശ്രീകുമാർ പ്രദീപ് രാജായി മാറി തന്നോടൊപ്പം തിയേറ്ററിലേക്ക് നടന്നു എന്നാണ് ശ്രീകുമാറിനെ കുറിച്ചിട്ട് അവർ എഴുതുന്നത്. സരോജത്തിന് ശ്രീകുമാർ അഥവാ പ്രദീപ് രാജിനുമായി 29ാമത് IFFK താൻ സമർപ്പിക്കുന്നു എന്നാണ് ബിന്ദു രാജന്റെ പോസ്റ്റ്.